കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ദൈവകൽപ്പനയെ അനുസരിക്കേണ്ട സ്ഥാനത്ത് അനുസരിക്കാതെ പിശാചിൻ്റെ വാക്കുകളെ അനുസരിപ്പാൻ ജീവിതത്തെ വിട്ടുകൊടുത്ത മനുഷ്യൻ ഏദൻ എന്ന് പറയുന്ന തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ദൈവം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ള വ്യവസ്ഥ വച്ചപ്പോൾ അതിന് വിരുദ്ധമായത് പറിച്ച് ഭക്ഷിച്ചു. ദൈവതേജസ്സിനായി മൂടപ്പെട്ട മനുഷ്യൻ ദൈവതേജസ് നഷ്ടപ്പെട്ട് അവരെ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൊണ്ട് അരയാടയുണ്ടാക്കി നഗ്നത മറച്ചു. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കണ്ടെത്തിയ വസ്ത്രം, അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ അവർ തുന്നിയെടുത്ത ഇലകൾ കൊണ്ടുള്ള വസ്ത്രം, അത് നിലനിൽക്കുന്നതല്ല. വെയിലുറച്ചാൽ അതിൽ വാട്ടം സംഭവിക്കും, അതുണങ്ങും, പിന്നെ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ മനുഷ്യൻ്റെ കണ്ടെത്തലുകളൊക്കെ പലതും നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്നതാണ്. ദൈവം അവർക്ക് വേണ്ടി തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ ഒരു മൃഗം അവിടെ അറുക്കപ്പെട്ടു. ആദാമിൻ്റെ ഹവ്വയുടെയും നഗ്നത മറയ്ക്കത്തക്കവണ്ണം ഒരു മൃഗം അവിടെ അറുക്കപ്പെട്ടു. അതിൻ്റെ തോലെടുത്ത് ദൈവം അവിടെ ഉടുപ്പിച്ചു. പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ ആ ഒരവസ്ഥ, നഗ്നനാണ്, സ്വയം നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയി. അപ്പോൾ പരാജയപ്പെട്ടവൻ വീണ്ടും പരാജയപ്പെടുകയാണ്. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതെ അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് പരാജയം അവനിൽ വന്നു. അവനുണ്ടായിരുന്ന തേജസ് പോയി. താഴേക്ക് വായിക്കുമ്പോൾ ഏതേൻ തോട്ടം അവന് നഷ്ടപ്പെടുകയാണ്. ദൈവം അവൻ്റെ നഗ്നത മറയ്ക്കുവാൻ ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ പാപത്താൽ പിടിക്കപ്പെട്ട മനുഷ്യൻ്റെ പാപത്തിൻ്റെ നഗ്നതയെ മറയ്ക്കുവാൻ, അതിനെ നീക്കുപോക്ക് വരുത്തുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയുടെ ഉന്നതങ്ങളിൽ അറുക്കപ്പെട്ടു. ഏതെനിലൊരു മൃഗം അറുക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ തോൽ എടുത്ത് മനുഷ്യൻ്റെ നഗ്നത മറച്ചുവെങ്കിൽ ആ മനുഷ്യൻ പാപത്തിൽ വീണുപോയി. ആദാമ്യ സന്തതി പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. അതിന് പരിഹാരം വരുത്തുവാൻ, ആ പാപത്തിൻ്റെ നഗ്നതയെ നീക്കുവാൻ കുഞ്ഞാടെന്ന വിശേഷണത്തോടുകൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു. പിലാത്തോസിൻ്റെ ഗബദ എന്ന കൽത്തളത്തിൽ പൂർണ്ണമായി നഗ്നനാക്കപ്പെട്ട
കർത്താവ് ക്രൂരപീഡനത്തിന് വിധേയപ്പെട്ടു. കാരണം മനുഷ്യൻ്റെ പാപം നിമിത്തമുള്ള നഗ്നതയെ നീക്കുവാൻ കർത്താവ് നഗ്നനായി തീർന്നു. ആ കർത്താവ് കാൽവറിയിൽ അറുക്കപ്പെട്ടു, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഇന്ന് പ്രഭാതത്തിൽ പാപം നിൻ്റെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് വാഴാതെ വണ്ണം ആ പാപത്തിൻ്റെ അധികാരങ്ങളുടെ മേൽ ജയം തരുവാൻ അധികാരമുള്ള കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പാപത്തിൻ്റെ നഗ്നതയെ എന്നേക്കുമായിട്ട് മാറ്റുവാൻ നിൻ്റെ ജീവിതത്തിൽ ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും വരുന്നാളുകളും ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഏദനിൽ ഒരു മൃഗം കൊല്ലപ്പെട്ടു. അതിൻ്റെ തോല് മനുഷ്യൻ്റെ നഗ്നതയ്ക്ക് പരിഹാരം വരുത്തുവാൻ ദൈവം കണ്ടെത്തിയെങ്കിൽ നിത്യമായി ഇരിക്കുന്ന പാപത്തിൻ്റെ നഗ്നതയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കുഞ്ഞാടായി വെളിപ്പെട്ടവൻ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിപ്പാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കുഞ്ഞാട് നമുക്ക് ആ യാഗമായി തീർന്നു. ആ കർത്താവിനെ ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.